നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടുതലായിട്ടും വരുന്ന എൻക്വയറി പ്രീ ഡിപ്പാച്ചർ കോഴ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് രജിസ്ട്രേഷൻ എന്നുള്ളതാണ്. ആ രജിസ്ട്രേഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. നമ്മൾ ഗൂഗിൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലെ സെർച്ച് ബാറിൽ സ്കിൽ പാസ് എന്ന് ടൈപ്പ് ചെയ്യുക. സ്കിൽ പാസ് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിൽ സ്കിൽ പാസിൻ്റെ വെബ്സൈറ്റ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് സ്കിൽ പാസിൻ്റെ പോർട്ടലിലേക്കാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അവിടെ ലോഗിൻ ഓർ രജിസ്റ്റർ എന്ന 2 ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. വൺസ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യാനും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ. അപ്പം നമുക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത്. സോ വൺസ് അത് ഓപ്പൺ ആക്കുമ്പോൾ യൂസർ ടൈപ്പ് നമ്മളോട് ചോദിക്കും. ആ യൂസർ ടൈപ്പിൽ നോൺ EU എന്ന കാറ്റഗറി നമ്മൾ ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ഫോമാണ് നമുക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നമ്മുടെ ഡീറ്റെയിൽസ് നമ്മുടെ പാസ്പോർട്ടിൽ എന്താണോ ആ ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് നെയിം അതുപോലെ തന്നെ ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞ സർനെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്നായിരിക്കും പാസ്പോർട്ടിൽ മെൻഷൻ ചെയ്യുക. അത് എങ്ങനെയാണോ അതിൻ്റെ സ്പെല്ലിങ് കറക്റ്റായിട്ട് ആ സ്പെല്ലിങ് തന്നെ വേണം നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വൺസ് അത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് അടുത്തത് ചോദിക്കുന്നത്. ഈ മൊബൈൽ നമ്പർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇന്ത്യയുടെ കൺട്രി കോഡിന് വേണ്ടി നമുക്ക് അവിടെ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കൺട്രി കോഡ് കിട്ടും. വൺസ് അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. വൺസ് അത് മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഡേറ്റ് ഓഫ് ബർത്ത് വരുമ്പോൾ നമുക്ക് അതിൽ ഡേറ്റ്, മന്ത്, ഇയർ എന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരുന്നില്ല. അവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഡേറ്റ്, മന്ത്, ഇയർ സൈഡിലേക്ക് നീക്കുന്നതനുസരിച്ച് നമുക്ക് ഓരോ ഇയറും പുറകോട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലെ ഇയർ ഏതാണ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മന്ത് ഏതാണ് അത് കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ശേഷം നമ്മുടെ ഡേറ്റ് ഏതാണ് അത് സെലക്ട് ചെയ്യുക. മനസ്സിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നോക്കുക. ഒന്നുകൂടെ പാസ്പോർട്ടെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ പാസ്പോർട്ടിലെ തന്നെ ആണോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ ജെൻഡർ സെലക്ട് ചെയ്യണം. മെയിൽ ഓർ ഫീമെയിൽ ഏതാണോ നിങ്ങളുടെ ജെൻഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ പേഴ്സണൽ ഇമെയിൽ ID ആണ് അവിടെ ടൈപ്പ് ചെയ്യുന്നത്. പേഴ്സണൽ ഇമെയിൽ ID ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ കിട്ടുന്ന ഇമെയിൽ ID വേണം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മനസ്സ് പേഴ്സണൽ ഇമെയിൽ ID ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അത് ചെക്ക് ചെയ്യുക കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം നമ്മൾ പാസ്വേഡ് അടിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാസ്വേഡ് അടിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ജനറേറ്റഡ് ആയിട്ടുള്ളൊരു പാസ്വേഡ് നമ്മളത് ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പാസ്വേഡ് യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു എളുപ്പമുള്ള പാസ്വേഡ്, പക്ഷേ അത് സ്ട്രോങ് ആയിരിക്കണം. ഒരു നമ്പേഴ്സ്, ഒരു അപ്പർ കേസ് അല്ല ലോവർ കേസ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പാസ്വേഡ് നിങ്ങൾ അടിച്ച് അത് ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ച് ഇവിടെ പാസ്വേഡ് കൺഫേം ചെയ്യണം. ഇപ്പുറത്ത് നമുക്ക് നെക്സ്റ്റ് കോളത്തിൽ റിപ്പീറ്റ് അടിക്കുക പാസ്വേഡ്, അത് കൺഫേം ചെയ്യുക. വൺസ് പാസ്വേഡ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന കൺട്രി ഓഫ് ഒറിജിൻ ആണ്. അവിടെ ഇന്ത്യ എന്ന് കൊടുക്കുക. കൺട്രി ഓഫ് റെസിഡൻസ് നമുക്ക് ഇന്ത്യ എന്ന് കൊടുക്കാൻ പറ്റും. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പറാണ്. ഇപ്പം നിങ്ങൾക്ക് ന്യൂ പാസ്പോർട്ടും അതുപോലെ തന്നെ ഓൾഡ് പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഏറ്റവും പുതിയ പാസ്പോർട്ട്, അതായത് ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള പാസ്പോർട്ടിൻ്റെ നമ്പറാണ് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. വൺസ് പാസ്പോർട്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ക്രോസ് ചെക്ക് ചെയ്യുക പാസ്പോർട്ട് നമ്പർ കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ഡേറ്റ്, അത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ബയോ പേജസിൽ തന്നെയുണ്ട്. അപ്പോൾ അത് നമ്മൾ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ സെലക്ട് ചെയ്ത പോലെ തന്നെയാണ് പാസ്പോർട്ടിൻ്റെ ഇഷ്യൂ ഡേറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പം അത് കറക്റ്റായിട്ട് ഡേറ്റും മന്തും അതുപോലെ തന്നെ ഇയറും കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്നത് പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ് ആണ്. അത് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക. ഏത് ഇയറിലാണ് നിങ്ങളുടെ പാസ്പോർട്ട് എക്സ്പയറി ആവുന്നത്, അതിൻ്റെ ഡേറ്റ് ഏതാണ്, മന്ത് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പാസ്പോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ പാസ്പോർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് പാസ്പോർട്ട് സ്കാൻഡ് ഡോക്യുമെൻ്റ് സൈസ് എന്ന് പറഞ്ഞാൽ 2 MB താഴെ ആവാൻ പാടില്ല. ശേഷം ലാംഗ്വേജ് ഇംഗ്ലീഷിൽ നിന്ന് സെലക്ട് ചെയ്യുക. ടേംസ് ആൻഡ് കണ്ടീഷൻസ് ക്ലിക്ക് ചെയ്യുക. ശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. വൺസ് അത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് വെൽക്കം എന്നായിരിക്കും നമുക്ക് എഴുതി വരിക. ആ ഇതിനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിൽ ID-യിലേക്കായിരിക്കും നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ മെയിൽ പോവുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെയിൽ ID ആണ് ഓപ്പൺ ആക്കേണ്ടത്. മനസ്സ് നിങ്ങളുടെ മെയിൽ ID ഓപ്പൺ ആക്കി അതിൽ ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട് നമ്മുടെ മെയിലിനകത്ത്. സ്കിൽ പാസിൻ്റെ മെയിൽ ഓപ്പൺ ആക്കുമ്പോൾ വെരിഫൈ യുവർ മെയിൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പം നമ്മുടെ ഇമെയിൽ ID അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഡിക്ലറേഷൻ ഫോമാണ് വരുന്നത്. ഇതിൽ നമുക്ക് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ക്യാമറ എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് അത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ഫേസ് ID തന്നെ നമുക്കവിടെ കാണാൻ പറ്റും. അതിൽ ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോട്ടോ അവിടെ റെക്കഗ്നൈസ് ചെയ്യും. ശേഷം നമുക്ക് വരുന്നതിൽ സെക്ടർ എന്നതിൽ നമ്മൾ പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക.
ശേഷം അതിൽ നമുക്ക് കംപ്ലീറ്റ് ഓൺ ബോർഡിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ഫേസ് ആണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമുക്ക് നമ്മുടെ ഈ പ്രീ ഡിപ്പാർച്ചർ കോഴ്സിൻ്റെ മൊഡ്യൂൾസ് കാര്യങ്ങൾ ബൈ ചെയ്യുന്നതിനായിട്ട് കാറ്റലോഗ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമ്മൾ എത്ര യൂറോ ആണ് അതിന് പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാണിക്കും. അത് നമ്മൾ കാർട്ടിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓപ്പൺ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുണ്ട്. വൺസ് നിങ്ങൾ കാർഡ് ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. വൺസ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പേയ്മെൻറ്റ് ഹാസ് ബീൻ സക്സസ്ഫുൾ എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് വരിക. ഇത്രയുമാണ് നമ്മൾ പ്രീ ഡിപ്പാർച്ചർ കോഴ്സ് രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ.